Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കണേ എന്ന് ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് മഴ എന്നുള്ളത്. മഴയുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി വിശാലമായി വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങളിലൂടെ ഒട്ടനേകം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് കാണാം. ഏതാനും ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഈ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മഴ, അതിന്റെ ദാതാവ്, അത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഈ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് കാണാൻ പറ്റും. വഹുവല്ലദീ യുനസ്സിലുൽ ഹൈസ മിൻ ബഅദി മാ ഖനതു വയൻശിർ റഹ്മതഹു വഹുവൽ വലിയ്യുൽ ഹമീദ്. സൂറത്തു സുഖ്റഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്ന ഒരു വചനമാണ്. അവനാകുന്നു മഴ വർഷിപ്പിക്കുന്നവൻ. നിങ്ങൾ നിരാശരായി അങ്ങേയറ്റം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് കാരുണ്യത്തിന്റെ മഴ നൽകുന്നവൻ അല്ലാഹുവാണ്. മറ്റൊരു സ്ഥലത്ത് സൂറത്ത് ഖാഫിൽ കാണാം, വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറകൻ. ആകാശത്ത് നിന്ന് അനുഗ്രഹീതമായ മഴ വർഷിക്കുന്നത് നാമാണ്, അല്ലാഹുവാണ്. ഇങ്ങനെയുള്ള വചനങ്ങൾ ധാരാളം കാണാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മുടെ അഖീദയായി, ഈമാനായി കൊണ്ടു നടക്കേണ്ട ഒരു വിഷയം. അല്ലാഹുവാണ് മഴ നൽകുന്നവൻ. അതിന് സംശയമല്ല. മക്കയിൽ ജീവിച്ചിരുന്ന ബഹുദൈവാരാധകരായിരുന്ന അഥവാ മുശ്രിക്കുകൾ എന്ന് ഖുർആൻ പറഞ്ഞ ആളുകളോട് വരെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു നോക്ക്, ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? അവർ പറയും അള്ളയാണ്. എന്നാൽ പലപ്പോഴും ആളുകളുടെ സംസാരത്തിലും
ചില സന്ദർഭങ്ങളിലുമൊക്കെ വിശ്വാസത്തിലൊക്കെ ഇതിന് വിപരീതമായ ചില കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത് മുസ്ലിമീങ്ങളിലുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും ഒരു യാത്രയിൽ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. രാത്രി അവിടെ താമസിച്ച് രാവിലെ സുബഹി നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. സ്വഹാബികൾ കൂടെയുണ്ട്. നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് നേരെ തിരിഞ്ഞിരുന്നു. പ്രവാചകന്റെ ഒരു ശൈലി അതായിരുന്നു. സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി എന്ന് പറയുന്ന സ്വഹാബി നിന്ന് ഇമാം ബുഖാരി അടക്കം മുഹദ്ദിസുകൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ തിരിഞ്ഞിരുന്നിട്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിച്ചു, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ റബ്ബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ പ്രവാചകനുമാണ് കാര്യങ്ങൾ അറിയുന്നത്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അസ്ബഅ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിറുൻ. ഈ പ്രഭാതമായപ്പോ എന്റെ അടിമകളിൽ ചിലർ എന്നിൽ വിശ്വസിച്ചിട്ടുണ്ട്, മറ്റു ചില ആളുകൾ എന്നിൽ അവിശ്വസിച്ചിട്ടുണ്ട്, അവർ കാഫിറുകളായിട്ട് തീർന്നിട്ടുണ്ട്. ഈ രാത്രി കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ ചില ആളുകൾ കാഫിറുകളായിട്ടുണ്ട്, ചില ആളുകൾ മുഅ്മിനുകളായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അമ്മാ മൻ ഖാല, ചില ആളുകൾ പറഞ്ഞു, മുത്തിർന ബിഫളില്ലാഹി വറഹ്മ, അള്ളാഹുവിന്റെ ഫളൽ കൊണ്ടും റഹ്മത്ത് കൊണ്ടും നമുക്ക് മഴ കിട്ടി. അങ്ങനെ ചില ആളുകൾ പറഞ്ഞു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഴ പെയ്ത് തോർന്നാൽ പറയേണ്ട കാര്യമാണ്, വാചകമാണത്. മുത്തിർന ബിഫളില്ലാഹി വറഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും ഫളൽ കൊണ്ടും നമുക്ക് മഴ കിട്ടി. ഇങ്ങനെ പറഞ്ഞ ചില ആളുകൾ, ഫദാലിക മുഅ്മിനും ബി, അവർ എന്നിൽ വിശ്വസിച്ച ആളുകളാണ്. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വകാഫിറും ബിൽ കൗകബിൻ, അവർ ബിൽ കൗകബ് അല്ലെങ്കിൽ ബിൽ കവാകിബ്, നക്ഷത്രങ്ങളിൽ അവിശ്വസിച്ചവരുമാണ്, ജ്യോത്സ്യത്തിൽ അവിശ്വസിച്ചവരുമാണ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, അമ്മാ മൻ ഖാല ബിനൗഇൻ കദാ വകദാ, അവർ പറഞ്ഞു ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ മഴ പെയ്തു. ഫദാലിക കാഫിറും ബി, അവർ എന്നിൽ അവിശ്വസിച്ചവരും, വമുഅ്മിനുൻ ബിൽ കൗകബ്, നക്ഷത്രങ്ങളിൽ വിശ്വസിച്ച ആളുകളുമാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സംസാരം പോലും ആളുകൾക്കിടയിൽ സാധാരണഗതിയിൽ നടത്താറുള്ള ഒരു കാര്യം, ഇന്ന് വാവാണ്, ഇന്ന് മഴ ഉണ്ടാവും, ഇന്നലെ വാവായിരുന്നില്ല, എന്തായിരുന്നാലും മഴ ഉണ്ടാവും ഉറപ്പല്ലേ, അങ്ങനെ പറയാറില്ല. ഇവിടെ ഞാറ്റുവേല കാരണം വിഷു, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടും സാഹചര്യമൊക്കെ ആയിട്ട് അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്, വളരെ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയം, മഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അത് റബ്ബിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന്, അവന്റെ ഫളലും കാരുണ്യം കൊണ്ട് ഒന്ന് മാത്രം. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, മഴ ഒരു സ്വാഭാവിക പ്രതിഭാസം എന്നതിനപ്പുറത്ത് നന്നായി ആലോചിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ മഴയിലുണ്ട് എന്ന് ഖുർആൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വ്യക്തി ജീവിതത്തിൽ, അവന്റെ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, ചുറ്റുപാടിൽ നടക്കുന്ന ഏത് വിഷയങ്ങളും, ഇത് പ്രകൃതിയിൽ ഉണ്ടാകുന്നതാവട്ടെ, ബാക്കി ഏതാവട്ടെ, മനുഷ്യരിൽ, സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന ഏതു കാര്യങ്ങളും തന്റെ ഈമാനുമായും ഇസ്ലാമുമായും വിശ്വാസവുമായും ആഖിറവുമായും ഒക്കെ തട്ടിച്ച് അതിൽ കിട്ടാവുന്ന ഗുണപാഠങ്ങൾ എടുക്കുകയും ആലോചനകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യേണ്ടവരാണ് വിശ്വാസി. അങ്ങനെ ഉണ്ടാകുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ മഴയെക്കുറിച്ച് കുറെ ദിവസമായിട്ട് നല്ല മഴയാണുള്ളത്. അള്ളാഹു ഉപകാരമുള്ളതാക്കി പെരുമാറാവട്ടെ. മഴയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിലുള്ള എത്രയോ ആയത്തുകൾ നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ മഴയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് റൂമിൽ കാണാം 26-ാമത്തെ വചനം, വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ വയുനസ്സിലു മിനസ് സമാഇ മാഅൻ ഫയുഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ
ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യഅഖിലൂൻ. ആളുകൾ ഇങ്ങനെ മഴ കിട്ടാതെ ഒരു മാസം മുമ്പുള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ, നമ്മുടെ നാട്ടിലെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ. നിൽക്കുന്ന സമയം ആകാശം കറുത്തിരണ്ട് ഇടിമിന്നലുകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോ ഖുർആൻ പറയാം വമിൻ ആയാതിഹി, അത് ദൃഷ്ടാന്തമുണ്ട്, യുരീകുമുൽ ബർഖ, ഇടിമിന്നലുകൾ കാണുന്ന സന്ദർഭം, നിങ്ങൾ കാണുന്ന സമയം. ഖൗഫൻ വതമഅ, സ്വാഭാവികമായിട്ടും മനുഷ്യപ്രകൃതിയിൽ മിന്നൽ കണ്ടാൽ ഉണ്ടാവുന്ന ഒരു പേടി അവർക്കുണ്ട്. എന്നാൽ വതമഅൻ, മഴയെ പ്രതീക്ഷിച്ചുള്ള ആ പ്രതീക്ഷയും അവർക്കുണ്ട്. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വയുനസ്സിലു മിനസ് സമാഇ മാഅൻ, എന്നിട്ട് പറയാം ആകാശത്ത് നിന്ന് അവൻ അല്ലാഹു മഴ വർഷിപ്പിക്കുന്നു. ഫയുഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായി പോയ ഭൂമി അത് മഴ വർഷിക്കുന്നതോടുകൂടി സജീവമാകും. നമുക്കറിയാവുന്ന കാര്യം, വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണങ്ങിക്കടിച്ചു നിൽക്കുന്ന, എല്ലാം വരണ്ട് കിടക്കുന്ന ആ ഭൂമി മഴ വർഷിക്കുന്നതോടുകൂടി അതിൽ നിന്ന് വൃക്ഷങ്ങൾ ഉണ്ടാകുന്നു, ചെടികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ മഹാ അത്ഭുതമായിട്ട് അല്ലാഹു പറയുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യഅഖിലൂൻ. ബുദ്ധിയുള്ള മനുഷ്യർക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ആലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലേ? നമ്മൾ ആലോചിച്ചിട്ടില്ലേ? എത്ര പെട്ടെന്നാണ് ഏത് പ്രദേശത്താണെങ്കിലും വളരെ പെട്ടെന്ന് മഴ പെയ്യുന്നതോടുകൂടി ഈ രൂപത്തിലുള്ളതൊക്കെ ഉണ്ടാവും. മറ്റൊരാഴ്ച കാണാം ഖുർആനിന്റെ 16 സൂറത്തുൽ നഹ്ലിലെ 10 മുതൽ 11 ആയത്തുകൾ. ഹുവല്ലദി, അവൻ, അൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു. എന്തിനാണ്? ലക്കും മിൻഹു ശറാബും വമിൻഹു ശജറും ഫീഹി തുസീമൂൻ, നിങ്ങൾക്ക് കുടിക്കാനാണ്, നിങ്ങൾ അതിൽ നിന്ന് കുടിക്കുന്നു. നിങ്ങൾ മേഞ്ഞു നടക്കുന്ന കന്നുകാലികൾക്കുള്ള ചെടികളും മരങ്ങളുമൊക്കെ വളർന്നു വരുന്നു. എന്നിട്ടോ യുംബിതു ലക്കും ബിഹി അസ്സറഅ വസ്സൈതൂന വന്നഖീല വൽഅനാബ് വമിൻ കുല്ലി സമറാസ്, മഴ വർഷിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അവൻ മുളപ്പിച്ചു തരുന്നു എല്ലാ രൂപത്തിലുള്ള കൃഷിയും. അതിൽ ചിലത് എടുത്തു പറഞ്ഞു. സൈതൂൻ, അതുപോലെ നഖീൽ, ഈത്തപ്പനം, മുന്തിരി, ഇതുപോലുള്ള കാര്യങ്ങൾ, എല്ലാ രൂപത്തിലുള്ള വമിൻ കുല്ലി സമറാസ്, ഇതൊക്കെ മഴ കാരണം അല്ലാഹു ഉണ്ടാക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ഇതൊക്കെ ആലോചിക്കുന്ന മനുഷ്യർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവുമായും മഴയുമായും ഒക്കെ ബന്ധപ്പെട്ടാണ്. മഴ ഇങ്ങനെ പെയ്യുമ്പോ നമ്മളൊന്നും ആലോചിക്കാറില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്ന, സാധാരണ നമ്മൾ പാരായണം ചെയ്യാറുള്ള ചെറിയ സൂറത്തുകളിൽ കാണാം, ഫല്യൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി, അവർ മനുഷ്യർ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ച് നോക്കട്ടെ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ? അവർ ആലോചിക്കട്ടെ. അന്ന സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, ആകാശത്ത് നാം കുത്തിച്ചൊരിയുന്ന മഴ ഇങ്ങനെ കുത്തിച്ചൊരിയുന്നു. എന്നിട്ടോ സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, ഭൂമിയെ പിളർത്തിക്കൊണ്ട് അത് പുറത്തു വരുന്നു. അവർക്കുള്ള ഭക്ഷണം. ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഇനബൻ വഖലബൻ വസൈതൂനൻ വനഖല എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറയാൻ. വഹദായിഖ ഉൽബ ഫീഹാ ഫാകിഹതൻ വഅബ്ബ ഫാകിഹതൻ വഅബ്ബ മതാഅൻ ലക്കും വലിഅൻആമിക്കും. എന്താ ഖുർആനോട് പറയുന്നത്? നിങ്ങൾ നോക്ക്, ഒരു ചെറിയ ഒരു ചെടി അതിങ്ങനെ പുറത്തു വരുമ്പോ, മുളച്ചു വരുമ്പോ, ആ മുളയിൽ നമ്മൾ തൊട്ടാൽ എന്താവും? അത് പൊട്ടിപ്പോവും. പക്ഷെ അത് പുറത്തു വരുന്നത് എത്ര ശക്തിയുള്ള ഈ ഭൂമിയെ പിളർത്തിയിട്ടാണ്. ബുദ്ധിയുള്ള മനുഷ്യർക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനും റബ്ബിന്റെ കഴിവിനറിയാനും ഇത് തന്നെ ധാരാളമാണ്. അള്ളാഹു എടുത്തെടുത്ത് ഇങ്ങനെ പറയാൻ, നിങ്ങൾക്ക് ഇതൊക്കെ നൽകി. നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഫലങ്ങളെ, പഴങ്ങളെ കുറിച്ചൊക്കെ പറയാൻ. മതാഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കുമുള്ള ഭക്ഷണമായിട്ട്. അതിന്റെ കാരണമായി അള്ളാഹു പറഞ്ഞ ഒരു വിഷയങ്ങളിൽ ഒന്ന് മഴയാണ്. മരണപ്പെട്ട് കഴിഞ്ഞ് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുമോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഗൗരവമായ ചിന്തയായി എടുത്തിട്ടില്ലെങ്കിൽ ആലോചിക്കാൻ പറഞ്ഞ
ഒട്ടനേകം വിഷയങ്ങളിൽ ഒരു വിഷയമാണ് മഴയും അതുമായി ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ. വിശുദ്ധ ഖുർആനിൽ ഈ കാര്യം തന്നെ കുറേയധികം ആയത്തുകളിലുണ്ട്. എന്ന് പറഞ്ഞാൽ മരണാനന്തരം മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് മഴ പെയ്ത് സസ്യങ്ങൾ മുളക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നത് കുറെ ആയത്തുകൾ. ഒരു വചനം മാത്രം, വല്ലദീ നസ്സല മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅൻശർനാ ബിഹി. നാം ഒരു കൃത്യമായ അളവനുസരിച്ച് തോതനുസരിച്ച് മഴ വർഷിപ്പിക്കുന്നു. എന്നിട്ടോ അതിലൂടെ നാം പലതിനെയും പുറത്തു കൊണ്ടുവരുന്നു. ബൽദത്തും മൈത, മരിച്ചു കിടക്കുന്ന ഭൂമിയെ സജീവമാക്കി അതിനെ എല്ലാ അർത്ഥത്തിലും ആ രൂപത്തിൽ മാറ്റിയെടുക്കുന്നത് പോലെ കദാലിക തുഖ്റജൂൻ, അപ്രകാരം നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. അല്ലേ? ഏതായിരുന്നാലും ഇതൊക്കെ ആലോചിക്കുന്ന ആളുകൾക്ക് ധാരാളം കാര്യങ്ങളുണ്ടെന്ന്. മറ്റൊന്ന് ഖുർആൻ പറഞ്ഞത് മഴയും വെള്ളവും ഒക്കെ ആലോചിക്കുന്ന മനുഷ്യർ റബ്ബിന് ശുക്ർ ചെയ്യുന്ന. ഖുർആനിന്റെ സൂറത്തുൽ ഖാഫ് അതിന്റെ 68 മുതലുള്ള ആയത്തുകൾ കാണാം. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളം, ദാഹം ഉണ്ടാവുന്ന സമയം കിട്ടുന്ന വെള്ളം നമ്മൾ കുടിക്കുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു അം നഹ്നുൽ മുൻസിലൂൻ, യഥാർത്ഥത്തിൽ നിങ്ങൾ ആരെങ്കിലുമാണോ അത് ഇറക്കിയിട്ടുള്ളത്? ആർക്കെങ്കിലും പങ്കുണ്ടോ? അതല്ല, നാം ആണോ നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നത്? എന്നിട്ടോ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, നാം എങ്ങാനും ഭൂമിയിലേക്ക് ഇറക്കുന്ന വെള്ളം മുഴുവൻ ഉപ്പുരസമുള്ളതാക്കിയിരുന്നെങ്കിൽ അത് അത്ഭുതമുള്ള കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് വലിയ പ്രയാസമില്ല. സമുദ്രജലം മുഴുവൻ ഉപ്പുജലം, ഇതുപോലെ ആകാശത്ത് വരുന്ന മുഴുവൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഇതുപോലുള്ള ജലമാക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നിർത്താൻ. ലൗലാ തശ്കുറൂൻ, എന്നാൽ അങ്ങനെ ഒന്നും ആക്കാതിരുന്നത് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്, നന്ദി കാണിക്കാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ എന്നാണ് പറഞ്ഞതിന്റെ അകത്തുക. ഇനി അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവുമായിട്ടാണ് മഴ വർഷിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളമായ ചിലരുണ്ട് ആ കൂട്ടത്തിൽ. അതോടൊപ്പം മഴയെ ഉപയോഗിച്ച അള്ളാഹു അതൊരു ശിക്ഷയായും പരീക്ഷണമായും ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ കുറിച്ച് ഇസ്ലാമിന്റെ വളരെ ചെറിയ കാര്യങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം, അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട ഈ ചരിത്രം വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതിലൊന്ന് കാണാം, ഖദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ ഫകദ്ദബൂ അബ്ദനാ വഖാലൂ മജ്നൂനൻ വഅസ്ദുജർ. മുമ്പേ നൂഹ് നബിയുടെ ജനത അവർ കളവാക്കി. അവർ ആ പ്രവാചകനെ മജ്നൂൻ എന്ന് വിളിച്ചു, ജിന്ന് ബാധിച്ചവൻ അല്ലെങ്കിൽ ഭ്രാന്തൻ എന്ന് വിളിച്ചു. വസ്ദുജർ, അതല്ലെങ്കിൽ അദ്ദേഹത്തെ അവർ ആട്ടിയോടിക്കുകയും ചെയ്തു. ഖുർആൻ പറയാം, ഫദആ റബ്ബഹു, അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്തു. എന്താ അദ്ദേഹം പറഞ്ഞത്? അന്നീ മഗ്ലൂബൻ ഫന്തസിർ, അല്ലാഹുവേ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, ഈ ജനതയുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. ഫഫതഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ, നാം ആകാശത്തിന്റെ കവാടങ്ങൾ കുത്തിച്ചെറിയുന്ന തോതിനപ്പുറമുള്ള അവസ്ഥയിൽ തുറന്നു കൊടുത്തു. നമ്മൾ സാധാരണ കേൾക്കുന്ന വാചകമുണ്ട്, മേഘവിസ്ഫോടനം. എന്താ? മഴ വർഷിക്കുന്നതിന് അള്ളാഹു ഖുർആനിൽ പല സ്ഥലങ്ങൾ പറഞ്ഞ് ഒരു ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഭൂമിയിലും വേണ്ട രൂപത്തിൽ. അതിനപ്പുറത്ത് വളരെ ചെറിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ ഒന്നായിട്ട് മഴ പെയ്ത് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ അടുത്ത കാലങ്ങളിൽ നമ്മളിങ്ങനെ കേട്ടു തുടങ്ങിയൊരു കാര്യമാണ്, അല്ലേ? ഖുർആൻ പറയുന്നു, ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം, തോതിനപ്പുറം അതാണ് ചെറിഞ്ഞു കൊടുത്തു, മുൻഹമിർ. എന്നിട്ടോ
ففتحنا أبواب السماء بماء منهمر وفجرنا الأرض عيونا فالتقى الماء على أمر قد قدر. ഭൂമിയിൽ ഉറവ് പൊട്ടിത്തുടങ്ങുകയും ഉറവ് ജലങ്ങൾ വരികയും വെള്ളം പരസ്പരം കൂട്ടിമുട്ടി നദികളും ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആ ഒരു അവസ്ഥയിലെത്തി എന്നൊരു ദീർഘമായ വിശദീകരണം അല്ലാഹു പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു ഫകൈഫ കാന അദാബി വൻനുദർ, എന്റെ താക്കീതും എന്റെ ശിക്ഷയും എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കാണാം. അതിനെക്കുറിച്ച് പഠിക്കണം. മഴ കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചു. മറ്റു സ്ഥലത്ത് പറയുന്നത് നൂർ, അടുപ്പുകളിൽ നിന്ന് ഉറവ് ജലം പൊട്ടിന്ന്. റബ്ബിനെ സംബന്ധിച്ച് വലിയ പ്രയാസമൊന്നുമില്ല, നമ്മൾ അനുഭവിച്ചവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി പ്രയാസം അവനുഭവിച്ച ആളുകളാണ് നമ്മൾ. മഴ എങ്ങനെ ഉണ്ടാകുമ്പോ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. സബ എന്ന് പറയുന്ന ഒരു പ്രദേശം അവരല്ലാഹു വല്ലാതെ ആദരിച്ചിരുന്നു. വലിയൊരു അണക്കെട്ടുണ്ടായിരുന്നതിൽ ഏതു കാലത്ത് അവർക്ക് ജലം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം കൃഷി ഉണ്ടായിരുന്നു. സമ്പൽ സമൃദ്ധി കൊണ്ട് അവർ അമിതമായി ആഹ്ലാദിക്കുകയും അഹങ്കാരികളായി തീരുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിലെ അധ്യായം തന്നെ സൂറത്ത് സബ. സൂറത്ത് ശുഅറയിൽ അവരെ കുറിച്ച് പറയുന്നത് കാണാം. വഅംതർനാ അലൈഹിം മതറൻ ഫസാഅ മതറുൽ മുൻദിരീൻ, അവരുടെ മേലെ നാം ഒരു ചീത്ത മഴയെ അയച്ചു. ചീത്ത മഴ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ശിക്ഷ എന്ന രൂപത്തിൽ മഴ അയച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, അത് താക്കീത് ലംഘിച്ചപ്പോ അവർക്ക് ലഭിച്ച മഴ എങ്ങനെ ഉണ്ടായിരുന്നു ആലോചിക്കാൻ വേണ്ടി പറയാം. ഇന്ന ഫീ ദാലിക ലആയതൻ വമാ കാന അക്തറുഹും മുഅ്മിനീൻ. ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷ മനുഷ്യരും ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും അവർക്ക് സമയമില്ല, വിശ്വസിക്കുകയില്ല, അവർ ശ്രദ്ധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഴക്കാർ ഇങ്ങനെ പൊങ്ങി ഇരുട്ട് വന്ന് ആ ഒരു അവസ്ഥ എത്തിയാൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിപ്പുറപ്പില്ല. പ്രവാചകൻ എഴുന്നേൽക്കും, ഇരിക്കും, പുറത്തിറങ്ങും, വീണ്ടും അകത്ത് കയറും, അസ്വസ്ഥതകൾ കാണിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഇദാ റഅ ഗൈമൻ ഔ റീഹൻ വരിഫ ഫീ വജ്ഹിഹി ഖാലത് യാ റസൂലല്ലാഹ് ഇന്ന الناس إذا رأوا الغيم فرحوا رجاء أن يكون فيه المطر وأراك إذا رأيته عرف في وجهك الكراهية. നബി, ജനങ്ങളൊക്കെ മഴ കിട്ടാതെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ മഴയെ പ്രതീക്ഷിച്ച് അവർ ഇങ്ങനെ വല്ലാതെ സന്തോഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ മുഖത്ത് എന്താ ഒരു ഭയത്തിന്റെ ലക്ഷണം, എന്താണ് ഒരു പേടി എന്ന് ചോദിക്കുമ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ മാ യുഅ്മിനി അൻ യകൂന ഫീഹി അദാബുൻ, അല്ലാഹുവിന്റെ ശിക്ഷയാണെങ്കിൽ, ഈ വരുന്നത് റബ്ബിന്റെ ശിക്ഷയാണെങ്കിൽ ആരാണ് എന്നെ അതിൽ നിന്ന് സുരക്ഷിതനാക്കാനുള്ളത്? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉദ്ദിബ ഖൗമുൻ ബിർരീഹ് വഖദ് റആ ഖൗമുൽ അദാബ് ഫഖാലു ഹാദാ ആരിദുൻ മുംതിർനാ. സൂറത്ത് അഖാഫിൽ ആദ് സമൂഹത്തെ കുറിച്ച് പറയാൻ ഈ ആയത്തോതിയിട്ട് പ്രവാചകൻ പറഞ്ഞു, അവർ ഈ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഹാദാ ആരിദുൻ മുംതിർനാ, ഇതാ നമ്മൾ പ്രതീക്ഷിച്ച മഴ നമുക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു നിന്നപ്പോഴാണ് അവർക്ക് വലിയ കാറ്റുകൊണ്ട്, മഴ കൊണ്ട് അവരെ കടുത്ത ശിക്ഷ അള്ളാഹു അവർക്ക് നൽകിയത്. അതുകൊണ്ട് ഇതൊക്കെ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതോടൊപ്പം തന്നെ മഴയെ ശപിക്കുന്ന, മോശം സംസാരം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിന്റെ മഹാനുഗ്രഹമാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അതുകൊണ്ട് ഉണ്ടാവാറുണ്ട് എന്നത് അതിനപ്പുറത്ത് നോർമലി നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ പറയുന്ന മഴ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കഴിയുന്നില്ല, അസ്വസ്ഥതകൾ കാണിക്കുക, അതല്ലെങ്കിൽ പല പ്രയോഗങ്ങളും നടത്തുക, ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഒരിക്കലും കാലത്തെ ചീത്ത പറയില്ല, കാലത്തെ ചീത്ത പറയരുത്. റബ്ബ് പറഞ്ഞത്, കാരണം കാലം ഞാനാണ്, ആ ചീത്ത എന്നിലേക്കാണ് എത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
وأقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو التواب الرحيم. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين وبعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. മഴ വർഷിക്കുന്ന സമയത്ത്, മഴ ഇങ്ങനെ വരുന്ന സമയം, മഴ പ്രതീക്ഷിക്കുന്ന സമയം, ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഇമാം ബുഖാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം. കാന ഇദാ റആ അൽ മത്തറു, പ്രവാചകൻ മഴയെ കണ്ടാൽ, മഴ വരുന്നത് കണ്ടാൽ, ഖാല, അദ്ദേഹം പറയും, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഇതൊരു ഉപകാരപ്രദമായ മഴയാക്കണേ എന്ന് പ്രാർത്ഥിക്കും. മഴ വർഷിച്ചു കഴിഞ്ഞാൽ മുതിർന്ന ബിഫളില്ല എന്ന് പറയും. മഴ അമിതമാകുന്നു, അല്ലെങ്കിൽ മഴ കൊണ്ട് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, ആശങ്ക പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മുടെ നാട്ടിൽ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. ഇത്രയെങ്കിലും പറയണം, അള്ളാഹുവേ നീ ആവശ്യമുള്ളിടത്തേക്ക് ഈ മഴയെ കൊണ്ടുപോകണേ, ഞങ്ങളിൽ നിന്ന് ആവശ്യമുള്ളിടത്തേക്ക് കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കണം. ഒന്നുകൂടി ചില റിവായത്തുകളിൽ കാണാം, അതേപോലെ തന്നെ പറഞ്ഞാൽ മലമുകളിൽ, വൃക്ഷങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത്, ദൂരസ്ഥലങ്ങളിൽ, മനുഷ്യർക്ക് പ്രയാസമില്ലാത്തിടത്ത് ഒക്കെ നീ മഴയെ കൊണ്ടുപോകണേ, ഈ മഴ നിർത്തണേ എന്ന് അപ്പോഴും അള്ളാന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ടില്ല. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ചില അസറുകളിൽ കാണാം, മഴ രണ്ടു പ്രാർത്ഥനകൾ, രണ്ടു സമയത്തെ ദുആ അള്ളാഹു തള്ളില്ല. ഒന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോ പ്രാർത്ഥിക്കാം ഖൈറാത്തുകൾക്ക് വേണ്ടി. രണ്ട്, മഴ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം, അള്ളാഹുവിന്റെ അനുഗ്രഹം ആകാശത്ത് നിന്ന് വരുന്ന സമയം, അള്ളാഹുവോട് നന്മകൾക്ക് വേണ്ടി ചോദിക്കാം എന്നും കാണാവുന്നതാണ്. അള്ളാഹു അലം ആ സമയത്തും എന്തായിരുന്നാലും പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഏറ്റവും ഉപകാരപ്രദമായ രൂപത്തിൽ നമുക്ക് മഴ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ, ശിക്ഷകൾ, അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും നമ്മുടെ നാടിനെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. വിവിധ ഭാഗങ്ങളിൽ മഴ കിട്ടാതെ പ്രയാസപ്പെടുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനുണ്ട്. നമ്മുടെ രാജ്യ തലസ്ഥാനമടക്കം വെള്ളമില്ലാതെ, മഴ കിട്ടാതെ, അസാധ്യ ഉഷ്ണം കാരണം ആളുകൾ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ട്. അവിടേക്കൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട്, കടം കൊണ്ട്, മാനസിക ശാരീരിക പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ, ഒട്ടനേകം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാരണ പള്ളിയിൽ വരുന്ന ഒരു സഹോദരി, അവരുടെ കുടുംബത്തിൽപ്പെട്ട രണ്ടാളുകൾ ബ്രെയിൻ ട്യൂമറായി പ്രയാസപ്പെടുന്നുണ്ട്. അവർ ഓപ്പറേഷന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ അള്ളാഹു ഏറ്റവും ഹൈറായത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ സഹോദരങ്ങൾ, എൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അടുത്തവർ, വളരെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ മരണപ്പെട്ട അവസ്ഥയുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി, സമാധാനം നൽകി, പകരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സത്യവിശ്വാസികൾ, അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്തും പ്രതാപവും ഐശ്വര്യവും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.